നമ്മൾ എവിടെ പോവാ? നെറ്റ്ഫ്ലിക്സ് ഹൗസിൽ പോയാലോ? ഇവിടെ അടുത്തൊരു മോളിൽ നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റാണ് നെറ്റ്ഫ്ലിക്സ് ഹൗസ്. ഇവിടെ വന്നാൽ നമുക്ക് തോന്നും നമ്മൾ സിനിമകളിലും സീരീസുകളിലും ഒക്കെ കാണുന്ന കഥയും കഥാപാത്രങ്ങളും ടി വികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നെറ്റ്ഫ്ലിക്സ് ഹൗസ് അവർ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ അവർ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവരവിടെ നിന്ന് പിക്ചർ എടുക്കുകയും ഭയങ്കര ത്രിൽഡായിരുന്നു. പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ റൂംസും ഓരോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി പോലെയാണ്. നമ്മൾ അവിടുത്തെ ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് അവരെയൊക്കെ നേരിട്ട് കാണുന്നൊരു ത്രില്ലിങ് എക്സ്പീരിയൻസാണ്. ഓരോ വാളും ഓരോ സെക്ഷനും എന്നാ പറയുന്നത്, നമുക്ക് ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടുത്തെ ലൈറ്റിംഗ് എഫക്റ്റും സൗണ്ടും മ്യൂസിക്കും എല്ലാം കൂടെ നമ്മൾ വേറൊരു ലോകത്തിൽ എത്തിച്ചേരുന്നൊരു ഫീലാണ്. ചില കോർണേഴ്സ് ഭയങ്കര അഡ്വഞ്ചറസ് ആണ്, ചില കോർണേഴ്സ് മിസ്റ്ററിയാണ്, ബട്ട് ചില കോർണേഴ്സ് ഫണ്ണാണ്. നെറ്റ്ഫ്ലിക്സിലെ സീരീസും മൂവീസും ഒക്കെ കാണുന്നവർക്ക് ഇത് റിയലി ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള K-pop Demon Huntersലെ റൂമി, സോയി, മിറ ഒക്കെ റിയലായിട്ട് ഇങ്ങനെ കട്ടൗട്ടൊക്കെ കണ്ടപ്പോൾ ഇത് റിയലായിട്ടുള്ളവരാണോ എന്ന് വിചാരിച്ച് എൻ്റെ കൊച്ചു ലോലിപ്പോപ്പൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. നമ്മുടെ മലയാളം ഫിലിമിലെ നാഗവല്ലിയും മിന്നൽ മുരളിയും വേലായുധനും ഒക്കെ വന്നിട്ട് ഇങ്ങനൊരു ഹൗസൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ഗിഫ്റ്റ് ഷോപ്പിൽ ഈ സീരീസിലെയും മൂവീസിലെയും ഒക്കെ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കോഡ്സുകൾ, അതുപോലെ അവിടുത്തെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇതെല്ലാം മേടിക്കാനായിട്ട് കിട്ടും. എൻട്രൻസ് ഫീസ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. പിന്നെ അതുകൂടാതെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോകും. പിന്നെ അത്യാവശ്യം കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് നമ്മൾ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്തു.